സംഭവം: ഒരിക്കൽ നിരപരാധിയായ ഒരു യുവാവ് ഭയങ്കരമായ അപകീർത്തിക്ക് പാത്രമായി. താൻ ആത്മാർത്ഥമായി സ്നേഹിച്ച പെൺകുട്ടി അയാളെ വഞ്ചിച്ചു. അസാന്മാർഗികമായ കാര്യങ്ങൾക്ക് അവൾ ആ യുവാവിൽ കുറ്റം ആരോപിച്ചു. സമുദായ മധ്യത്തിൽ അപമാനിതനായ താൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന വിചാരത്തോടെ അയാൾ ആത്മഹത്യയ്ക്കായി സ്വന്തം മുറിയിൽ പ്രവേശിച്ചു. ആത്മഹത്യയ്ക്ക് ഒരുങ്ങുകയായിരുന്നെങ്കിലും പതിവ് പോലെ നന്മരണ മധ്യസ്ഥനായ മാർ യൗസേപ്പിതാവിനോടുള്ള പ്രാർത്ഥന അയാൾ മുടക്കിയില്ല. അതിനുശേഷം വിഷദ്രാവകം നിറച്ച കുപ്പി ചുണ്ടോടടുപ്പിച്ചു. മരണത്തിന് നിമിഷങ്ങൾ പോലും ബാക്കിയില്ല. വാതിലിൽ ശക്തിയായ മുട്ട് കേൾക്കുന്നു. കുറ്റിയിട്ട മുറിയുടെ വാതിൽ യുവാവ് തുറന്നു. വളരെ വർഷങ്ങൾ രോഗിണിയായി കിടപ്പിലായിരുന്ന അയാളുടെ വല്യമ്മ വന്നു നിൽക്കുന്നു. അവൾ പറഞ്ഞു, "കുഞ്ഞെ, നീ ആത്മഹത്യ ചെയ്യാൻ പോവുകയായിരുന്നല്ലേ?" "അതേ വല്യമ്മേ," അയാൾ കരഞ്ഞുകൊണ്ട് പ്രതിവചിച്ചു. "നീ ആത്മഹത്യ ചെയ്യുവാൻ പോകുന്നതായി ഞാനൊരു സ്വപ്നം കണ്ടു. ഈ മഹാപാതകം നീ ചെയ്യരുത്. മാർ യൗസേപ്പിതാവിനെ ഓർത്ത് എല്ലാം ശാന്തമായി നീ സഹിക്കുക. നിന്നേക്കാൾ വലിയ അപകീർത്തിക്ക് പാത്രമായിട്ടും യൗസേപ്പിതാവ് സന്തോഷപൂർവ്വം എല്ലാം സഹിച്ചല്ലോ. 6 വർഷമായി കിടക്കയിൽ നിന്നും എഴുന്നേൽക്കാൻ കഴിയാതെ കിടന്ന എനിക്ക് ശക്തി തന്നത് വിശുദ്ധ യൗസേപ്പല്ലാതെ മറ്റാരുമല്ല. കുഞ്ഞെ, നീ ഒളിച്ചു വെച്ചിട്ടുള്ള വിഷക്കുപ്പി ഇങ്ങു തരൂ" എന്ന് പറഞ്ഞ് വിഷം നിറച്ചിരുന്ന ആ കുപ്പി വാങ്ങി വൃദ്ധയായ സ്ത്രീ ജനാലയിൽ കൂടി പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞു. യുവാവ് ചെയ്യാത്ത തെറ്റ് ആരോപിച്ച് അപമാനിച്ച ദുഷ്ട സ്ത്രീ പിറ്റേ ദിവസം പരസ്യമായി തന്റെ തെറ്റ് അറിയിച്ച് അയാളോട് മാപ്പ് പറഞ്ഞു.